Good morning. അപ്പോൾ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അല്ലേ? തെർമൽ കണ്ടക്ടിവിറ്റിയും ഹീറ്റ് കണ്ടക്റ്റഡ് പെർ സെക്കൻഡ് ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Q is equal to K A θ1 minus θ2 by D. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റ് ആണ്. റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ സിലിണ്ടർ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലൊരു സിലിണ്ടർ നമ്മൾ എടുക്കുക. ഇതുപോലൊരു സിലിണ്ടർ, ഇതെൻ്റെ ലെന്ത് ആയിരിക്കും, ഇതെൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ, വാട്ട് ഈസ് ക്രോസ് സെക്ഷണൽ ഏരിയ? ഏരിയ പെർപെൻഡിക്കുലർ ടു സിലിണ്ടർ, ലെന്തിന് പെർപെൻഡിക്കുലർ ടു ഏരിയ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഏരിയ. ഇവിടുത്തെ കേസിനകത്ത് ആ ക്രോസ് സെക്ഷണൽ ഏരിയ സർക്കുലറാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതുപോലെ ഒരു ട്യൂബ് എടുക്കുന്നു. ആ ട്യൂബിൽ കൂടി ഹോട്ടായിട്ടുള്ള വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കരുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇത് അതിൻ്റെ ഇന്നർ വാളായിരിക്കും, ഇതതിൻ്റെ ഔട്ടർ വാളായിരിക്കും. ഇത് ഇന്നർ വാള്, ഇത് ഔട്ടർ വാൾ. അപ്പോൾ സ്വാഭാവികമായി അകത്തുകൂടി ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചറുള്ള സബ്സ്റ്റൻസ് ഫ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് പുറത്തേക്ക് എന്ത് ചെയ്യപ്പെടും? കണ്ടക്ട് ചെയ്യും. അപ്പോൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കും? എലോങ് ദി റേഡിയസ്, ഇതല്ലേ സർക്കിൾ, ഇതല്ല അതിൻ്റെ സർക്കിൾ. അപ്പോൾ ഇവിടെ എൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങനെ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക് എന്ന് പറഞ്ഞാൽ എലോങ് ദി റേഡിയസ് ആണ് റേഡിയൽ ഫ്ലോ. അപ്പോൾ സംഭവം മനസ്സിലായാലോ? അപ്പോൾ ഇതിനൊക്കെ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ ആ സിലിണ്ടറിൽ കൂടി അതിനൊരു ട്യൂബ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇന്നറിൽ എന്തെങ്കിലും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ആ ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് നിന്ന് ഔട്ടറിലേക്ക് എന്ത് ചെയ്യപ്പെടും? ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടും. അപ്പോൾ അത് എലോങ് ദി റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയൽ ഫ്ലോ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. ഇതേ കണക്ക് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. അപ്പോൾ തിക്നെസ് ഇത്രയുമല്ല, തിക്നെസ് നല്ല തിക്നെസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക് എലോങ് ദി റേഡിയസ് ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് ഫ്ലോ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് എത്രയായിരിക്കും? അതൊന്ന് തെർമൽ കണ്ടക്ടിവിറ്റി, അത് ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് പിടിയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ മനസ്സിലുണ്ടാകുന്ന കോൺസെപ്റ്റ്. അതിനുവേണ്ടി നോക്കും. ഫസ്റ്റ് നിങ്ങൾ കൺസിഡർ എ സിലിണ്ടർ ഹാവിങ് ലെന്ത് എൽ. റേഡിയസ് നമുക്ക് ആറെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം തിക്നെസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതിനകത്ത് അത്ര ഇല്ലെങ്കിൽ തിക്നെസ് ഉള്ളതാണ്. അപ്പോൾ ഒരു ഇന്നർ റേഡിയസും കാണും, ഔട്ടർ റേഡിയസും കാണും. അപ്പോൾ അതിൻ്റെ ഇന്നർ റേഡിയസ് R1 ഔട്ടർ റേഡിയസ് R2 ആണെന്ന് കരുതും. അപ്പോൾ അങ്ങനെ ഒരു സിലിണ്ടർ നിങ്ങൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ സിലിണ്ടർ ഹാവിങ് ലെന്ത് എൽ ആൻഡ് ഇന്നർ റേഡിയസ് R1 ആൻഡ് ഔട്ടർ റേഡിയസ് R2. ഞാൻ ജസ്റ്റ് എൻ്റെ ഫിഗർ വരയ്ക്കും. ഈ വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ കാണുന്ന ഈ വ്യൂ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാണാം, ഈ ഭാഗം കാണാം. ഓക്കെ. ഇപ്പം ട്യൂബ് ആയതുകൊണ്ട് തന്നെ അകത്ത് കാണുന്നുണ്ടാവും.
അപ്പോൾ അതിൻ്റെ ലെന്ത് എൽ. ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2. അത് നമ്മളിപ്പോൾ ഈ വരച്ചവരും ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ സർക്കിൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അത് വരും. അപ്പോൾ അതിൻ്റെ ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് അകത്തെ വാളിലേക്കുള്ള റേഡിയസ് R1, പുറത്തെ വാളിലേക്കുള്ള റേഡിയസ് R2. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും സെയിം അല്ല. അകത്തെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്, പുറത്തെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അകത്താണ് ടെമ്പറേച്ചർ കൂടുതൽ എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ അകത്തെ ടെമ്പറേച്ചർ θ1 പുറത്തെ ടെമ്പറേച്ചർ θ2 ആണ്. അകത്തെ ടെമ്പറേച്ചർ θ1 പുറത്തെ ടെമ്പറേച്ചർ θ2 ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം θ1 ഈസ് ഗ്രേറ്റർ ദാൻ θ2. θ1 ആരെക്കാൾ കൂടുതലായിരിക്കും? θ2വിനേക്കാൾ കൂടുതൽ. ഇനി നമുക്ക് വേണ്ടത് അങ്ങനെ ആ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക് എന്തുമാത്രം ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുമെന്നാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നതിന് പകരം ഇൻ്റഗ്രേഷൻ്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് സിലിണ്ടറിന് ഇതായിരിക്കും എൻ്റെ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ. ഇതായിരിക്കും ആക്സിസ് സിലിണ്ടർ കൂടെ പാസ് ചെയ്യാം. മറ്റൊരു കൊയാക്സിയൽ സിലിണ്ടർ കൺസിഡർ ചെയ്യും. മറ്റൊരു കൊയാക്സിയൽ സിലിണ്ടർ കൺസിഡർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത്രയും ഭാഗം മെറ്റീരിയൽ ഉള്ളതാണ്. R1 റേഡിയസ് കഴിഞ്ഞ് R2 റേഡിയസ് വരെ മെറ്റീരിയൽ ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ R1 R2 ഇടയ്ക്ക് മറ്റൊരു സിലിണ്ടർ R1 R2 ഇടയ്ക്ക് മറ്റൊരു സിലിണ്ടർ നിങ്ങൾ പരിഗണിക്കണം. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പരിഗണിച്ച സിലിണ്ടറിനകത്ത് മറ്റൊരു സിലിണ്ടർ, ഈ രണ്ട് തിക്നെസ്സിനിടയ്ക്കുള്ള മറ്റൊരു സിലിണ്ടർ. അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യമായിരിക്കും? ഇത് R1, ഇത് R2. അതുകൂടാതെ അടുത്ത അതിൻ്റെ അകത്ത് മറ്റു രണ്ട് സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് എക്സ് ആണെന്ന് കരുതും, അതിൻ്റെ തിക്നെസ് dx ആണെന്ന് കരുതും. അപ്പം അങ്ങനെ നമ്മൾ പരിഗണിച്ച സിലിണ്ടറിൻ്റെ റേഡിയസ് എക്സും തിക്നെസ്സും dx ആണെന്ന് കരുതും. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നർ വാളാണ്. അപ്പോൾ R1
ഇത് ഔട്ടർ വാളാണ്. അപ്പോൾ R2 ഇത് എക്സ് ആയിരിക്കും. എല്ലാം നമ്മൾ ആക്സ് ആണ് എടുക്കുന്നത്. എക്സ് ആയിരിക്കും. ഈ തിക്നെസ് dx. ഓക്കെ, ശരി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ വാളിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു θ1, ഔട്ടർ വാളിൻ്റെ ടെമ്പറേച്ചർ θ2. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇത് രണ്ടിനിടയ്ക്കായി. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ θ ആണെന്നും ഈ dx തിക്നെസ് കഴിയുമ്പോൾ മുകളിലേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞാണല്ലോ വരുന്നത്. അകത്ത് θ1 ഉണ്ടായിരുന്നു, പിന്നെ ഔട്ടറിലേക്ക് പോകുന്ന സമയത്ത് ആ θ1 കുറഞ്ഞ് എന്തായി, θ2 ആയി. അപ്പോൾ അതേപോലെ ഈ എക്സ് അകലെയുള്ള ടെമ്പറേച്ചർ θ ആണെന്ന് കരുതുക. പിന്നെ dx തിക്നെസ് കഴിയുമ്പോൾ ആ ടെമ്പറേച്ചർ ഇതിനേക്കാൾ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. അപ്പോൾ ആ കുറവ് നമ്മൾ മൈനസ് dθ നൽകും. θ മൈനസ് dθ. അപ്പോൾ ഇവിടത്തേക്കാൾ കുറവായിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എത്ര കാര്യങ്ങൾ മനസ്സിലായാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സിലിണ്ടർ എടുത്തു. അതിന് ഇന്നർ വാളുണ്ട്, ഔട്ടറും ഉണ്ട്. ഇന്നർ റേഡിയസ് R1 ആണ്, ഔട്ടർ റേഡിയസ് R2 ആണ്. ഇന്നർ റേഡിയസിൻ്റെ ടെമ്പറേച്ചർ θ1 ആണ്, ഔട്ടർ റേഡിയസിൻ്റെ ടെമ്പറേച്ചർ θ2 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക് ഒരു സെക്കൻഡിൽ എത്ര ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. എലോങ് ദി റേഡിയസ് അറിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു കൊയാക്സിൽ സിലിണ്ടറിനെ സങ്കല്പിച്ചു. കൊയാക്സിൽ എന്ന് പറയുന്ന കാര്യം ഇത് തന്നെയാണ് ഇവിടെ വരച്ച എല്ലാ സിലിണ്ടറിൻ്റെ ആക്സിസ്, ഒരേ ആക്സിൽ. അപ്പോൾ കൊയാക്സിൽ സിലിണ്ടർ സങ്കല്പിച്ചു. ആ കൊയാക്സിൽ സിലിണ്ടറിൻ്റെ റേഡിയസ് എക്സ് ആണ് എടുത്തു, അതിൻ്റെ തിക്നെസ് dx ആണ് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ θ ആണെന്നും ആ dx കഴിയുമ്പോൾ ടെമ്പറേച്ചർ θ മൈനസ് dθ. മൈനസിലുള്ള കാര്യം പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു. ദെൻ ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഹീറ്റ് കണ്ടക്റ്റഡ് പെർ സെക്കൻഡ്. ഹീറ്റ് കണ്ടക്റ്റഡ് പെർ സെക്കൻഡ് നമുക്ക് Q കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. Q. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ സെപ്പറേഷൻ അല്ലേ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു, അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഈ മെറ്റീരിയൽ, ഈ സിലിണ്ടർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി A ആണെന്ന് എടുക്കുക. അടുത്ത ഏരിയ A ആണെന്ന് എടുക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ പരിഗണിച്ചിരുന്ന സിലിണ്ടർ ഇതാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. ടെമ്പറേച്ചർ ഡിഫറൻസ് എലോങ് ദി റേഡിയസ് ആണ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. ഈ ഇവിടെ നിന്ന് വെളിയിലേക്കാണ് പോകുന്നത്, അകത്തുനിന്ന് വെളിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പരിഗണിച്ച സിലിണ്ടർ താഴത്തെ ടെമ്പറേച്ചർ θയും മുകളിലത്തെ ടെമ്പറേച്ചർ θ മൈനസ് dθ ആണ്. പരിഗണിക്കുന്ന ടെമ്പറേച്ചർ അപ്പർ മൈനസ് ലോ ആണ്. അപ്പോൾ θ മൈനസ് dθ മൈനസ് θ അല്ലേ. മുകളിലത്തെ ടെമ്പറേച്ചർ താഴത്തെ ടെമ്പറേച്ചർ കുറച്ചാൽ പോലെ. അപ്പോൾ എന്തോരും മൈനസ് dθ, മൈനസ് dθ ബൈ സെപ്പറേഷൻ. സെപ്പറേഷൻ ഞാൻ എവിടുത്തെ ടെമ്പറേച്ചർ, അപ്പം ഈ ടെമ്പറേച്ചർ എടുത്തു, ഇവിടുത്തെ ടെമ്പറേച്ചർ അവരുടെ സെപ്പറേഷൻ dx വരും. സോ dx. ഓക്കെ, ഇനി അടുത്തത്. സോ Q ഈസ് ഈക്വൽ ടു K, മൈനസിന് ഫ്രണ്ട് വരും, മൈനസ് K ഇൻറ്റു ഏരിയ. എത്രയായിരിക്കും ഇവിടുത്തെ ഏരിയ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അടുത്തത് ഏത് ഏരിയയാണ്, ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്കാണ് പോകുന്നത് അല്ലേ. ഈ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇന്നർ വാളിൻ്റെ ഫുൾ ഏരിയ വരും, അകത്തെ മുഴുവൻ ഏരിയയും വരും. ആ ഏരിയ നമ്മൾ അങ്ങനെ പിടിക്കും, ഈ ഏരിയ മുഴുവൻ നമ്മൾ അങ്ങനെ പിടിക്കും. അപ്പോൾ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആയിട്ട് വരും. ഈ ഏരിയ ഫുള്ള് വേണ്ടേ, കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ആയിട്ട് വരും. അതിന് ഇത് നമുക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാം, കുറേ റിങ്സ് അടുക്കി ഒരു സിലിണ്ടറാക്കി സങ്കല്പിച്ചാൽ പോലെ. ഇപ്പോൾ വള നമ്മളിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു സിലിണ്ടറായി മാറും. അപ്പോൾ ഇതിനൊക്കെ കുറേ വളകൾ ഇങ്ങനെ നീളത്തിൽ അടിക്കപ്പോഴാണ് അത് സിലിണ്ടറായി മാറിയത്. അപ്പോൾ ആ ഏരിയ പിടിക്കാൻ വേണ്ടി ഒരു വള ഇല്ലേ, ഒരു വളയുടെ സർക്കംഫറൻസ്, ഈ സർക്കംഫറൻസിൻ്റെ ലെന്തെടുത്താൽ പോയി. സർക്കംഫറൻസിൻ്റെ ലെന്തെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് വേണ്ടത് എക്സ് ഉള്ളതല്ലേ. എക്സ് ആകുമ്പോൾ സർക്കംഫറൻസ് ആകുമ്പോൾ 2πx. ഈ സർക്കംഫറൻസ് 2πx വരും. എക്സ് റേഡിയസ് ഉള്ളതാണ് ഇപ്പോൾ എടുത്തത്. എക്സ് റേഡിയസ് ഉള്ളതാണ് 2πx ഇൻറ്റു എന്താകും വരും. സോ ഇവിടുത്തെ ഏരിയ ഹീറ്റ് അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ഏരിയ 2πx ഇൻറ്റു എല്ലാം. ഒരിക്കലും πr² എന്ന് എഴുതി വെക്കരുത്. ഇത് ക്രോസ് സെക്ഷൻ മാത്രമാണ്. ഏരിയ ഇവിടെ ഹീറ്റ് അകത്തുനിന്ന് പുറത്തേക്കുണ്ട്. അപ്പോൾ ഈ കർവ്ഡ് സർഫസിൻ്റെ ഫുൾ ഏരിയ വരും. കർവ്ഡ് സർഫസിൻ്റെ ഫുൾ ഏരിയ പിടിക്കുന്നത് കർവ്ഡ് സർഫസിൻ്റെ ഏരിയ ഇക്വേഷൻ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസിൻ്റെ ലെന്താണ്. ഇവിടുത്തെ എക്സ് റേഡിയസ് ഉള്ള സിലിണ്ടറാണ് പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് 2πx വരും, ലെന്ത് L.
അല്ലേ 2πx ഇൻറ്റു എൽ. ഇതാണ് ഇവിടുത്തെ ഏരിയ, ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഏരിയ. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് ഡി തീറ്റ കാരണം മൈനസ് നമ്മൾ എടുത്തു ബൈ ഡി എക്സ്. ഇനി നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യുന്നു. ക്യൂ അല്ലേ, ക്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ ഡി എക്സിന് മുകളിൽ കൊണ്ടുവരും. ഈക്വൽ ഇപ്പം അപ്പം ഡി എക്സ് മുകളിലാവും, എക്സ് താഴെ. ക്യൂ ഇൻറ്റു ഡി എക്സ് ബൈ എക്സ്, ക്യൂ ഇൻറ്റു ഡി എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇപ്പം ബാക്കിയുള്ള എക്സും പോയി ഡി എക്സും പോയി, ബാക്കിയുള്ള എഴുതി കഴിഞ്ഞാൽ 2πk L dt. ശരി, മൈനസ് ഉണ്ട്, 2π ഉണ്ട്, k ഉണ്ട്, L ഇൻറ്റു ഡി ടി. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ഡി എക്സ് അകലത്തിലുള്ള അല്ലേ, അല്ലെങ്കിൽ ഡി എക്സ് തിക്നെസ്സിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റാണ് എഴുതി വെച്ചത്. ഡി എക്സ് തിക്നെസ് നമുക്ക് വേണ്ടത് R1 നിന്ന് R2ലേക്കുള്ളതാണ്. നമുക്ക് വേണ്ട ഈ ഡി എക്സ് തിക്നെസ് മാത്രം പോരാ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത്, R1 തൊട്ട് R2 വരെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ ചെറിയ തിക്നെസ്സിലും കണ്ടക്ട് ചെയ്യപ്പെടുന്നതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ഭാഗത്തുള്ളതാണ് എഴുതി വെച്ചത്. നമുക്ക് വേണ്ടത് ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ ക്യൂ ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ ആവാം, എക്സ് R1 മുതൽ ഇതിനിടയ്ക്ക് നമുക്ക് എവിടെ വേണം, R1 തൊട്ട് R2 വരെ നമുക്ക് എവിടെ വേണം പരിഗണിക്കും. സോ അതിൻ്റെ ലിമിറ്റ് R1 ടു R2 ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 2πk L d തീറ്റ. അപ്പം തീറ്റ ഇവിടെ തീറ്റ ആംഗിളിൻ്റെ ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചർ എവിടെ തൊട്ട് എവിടെ വരെ ആവും, ഇവിടുത്തെ ടെമ്പറേച്ചർ മുതൽ ഇവിടുത്തെ ടെമ്പറേച്ചർ തീറ്റ ആവും, ഇവിടുത്തെ ടെമ്പറേച്ചർ തീറ്റ ആവും. സോ θ1 ടു തീറ്റ. എന്നിട്ട് മനസ്സിലായോ, ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കാം, നമുക്ക് സിലിണ്ടർ എവിടെ തൊട്ട് എവിടെ വരെ പരിഗണിക്കാം, ഇന്നർ വാളിനും ഔട്ടർ വാളിനും ഇടയ്ക്ക് എവിടെ വരെ പരിഗണിക്കാം. ഇന്നർ വാളാകുമ്പോൾ R1, ഔട്ടർ വാളാകുമ്പോൾ R2. അപ്പോൾ R1 ടു R2. ഇനി ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് ഇന്നർ വാളിൻ്റെ ടെമ്പറേച്ചർ θ1, ഔട്ടർ വാളിൻ്റെ ടെമ്പറേച്ചർ θ2 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് θ1 നിന്ന് θ2 വരെ പരിഗണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യൂ പുറത്തെടുക്കുന്നു. ബാക്കി ഇൻ്റഗ്രൽ R1 ടു R2 dx ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 2πk L. ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്, ഇതൊന്നും ഇതിനനുസരിച്ച് വരുന്നതല്ല. അപ്പോൾ ബാക്കി θ1 ടു θ2 d. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ക്യൂ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1/x ആണ്. ഇൻ്റഗ്രൽ ഓഫ് 1/x ആണ് ലോഗ് എക്സ്. ലോഗ് ഏത് ലോഗാണ്, നാച്ചുറൽ ലോഗാണ്. എല്ലാം എന്നും വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതാം. ലോഗ് ടു ദ ബേസ് ഇ എന്ന് എഴുതാം. അവിടെ തന്നെ എല്ലാം എഴുതും. എല്ലാം എക്സ് ലിമിറ്റ് R1 ടു R2 ഈസ് ഈക്വൽ ടു മൈനസ് 2πk L. ഇതിലാണ് ചെയ്യുമ്പോൾ θ1 ടു തീറ്റ. ശരിയല്ലേ. അപ്പോൾ ക്യൂ ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പരമാണ് കൊടുക്കുന്നത്. അതായത് ഇതിന് മൊത്തത്തിലല്ല, എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിനെ സ്വീകരിക്കുന്ന വാല്യൂസാണ് R1 ആണ്. അപ്പോൾ എക്സിന് പരം കൊടുക്കുമ്പോൾ log R2 മൈനസ് log R1. എക്സ് ആണ് വേരിയബിൾ, ആ വേരിയബിൾ അല്ല ടോട്ടലി അല്ല, എക്സിന് പരം R2 R1 ഈക്വൽ ടു മൈനസ് 2πk L. ഇതാകുമ്പോൾ θ2 മൈനസ് θ. ഓക്കെ. അപ്പോൾ ക്യൂ ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്നാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്നാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് R2, ബിയുടെ സ്ഥാനത്ത് R1 ആണ്. അതുകൊണ്ട് ലോഗ് R2 ബൈ R ഈക്വൽ ടു ഈ മൈനസ് ഉണ്ട്. ഈ മൈനസ് കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ θ2 മൈനസ് θ1 എന്നുള്ളത് θ2 മൈനസ് ഓം θ1 പ്ലസ് ഓം. അപ്പം തിരിച്ച് നമുക്ക് എന്ത് എഴുതാം, 2πk L θ1 മൈനസ് θ അല്ലേ. ഇവിടെ നമുക്ക് ക്യൂ എന്ത് കിട്ടും, ക്യൂ ഈസ് ഈക്വൽ ടു 2πk L θ1 മൈനസ് θ2 ബൈ ലോഗ് R2 ബൈ R. അവിടെ നിന്ന് k എന്ത് വരും, k ഈസ് ഈക്വൽ ടു ക്യൂ ലോഗ് R2 ബൈ R1 ബൈ 2π L θ1 മൈനസ് θ.
ഇനി ടെക്സ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2.303 കാണും. ആ 2.303 അതായത് ലോഗിനെ നാച്ചുറൽ ലോഗിനെ നമ്മളെ കോമൺ ലോഗ് മാറ്റി മാറ്റാൻ വേണ്ടിയാണ്. കോമൺ ലോഗിന് ബേസ് 10 ആയിരിക്കും, നാച്ചുറൽ ലോഗ് ബേസ് E ആയിരിക്കും. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയുള്ള 2.303. അപ്പോൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 2. അപ്പോൾ ഇക്വേഷൻ വന്നാൽ K is equal to Q into 2.303. ഇത് മാറിയിട്ട് ലോഗ് എന്നാവും. ഇത് നാച്ചുറൽ ലോഗിതം, ഇത് കോമൺ ലോഗിതം. കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകം കാണും. കോമൺ ലോഗിൻ്റെ എൻഡോജീന് കാണും, നാച്ചുറൽ ലോഗിതം ഇല്ല. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് എൻ്റെ ആവശ്യമുള്ളൂ, ഇത് വേണമെന്നില്ല. ഇതിന് ഇക്വേഷൻ വേണമെന്നില്ല. ബൈ 2πL θ1 മൈനസ് ഇതാണ് സിലിണ്ടറിക്കൽ ഫ്ലോയുടെ സമയത്ത് കണ്ടക്ടിവിറ്റിയുടെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാൻ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നമ്മുടെ മനസ്സിൽ നല്ല ഓർത്ത് വയ്ക്കുക. ആ ഫിഗർ ഓർത്ത് വയ്ക്കുന്നതനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. ഈ ഫിഗർ മനസ്സിലാക്കാൻ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ആകത്തും. അപ്പോൾ നോക്കും, അപ്പോൾ ഒന്നുകൂടെ പറയാം. റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ സിലിണ്ടർ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് വേണം. നമ്മളെ കൈവശം ഒരു പൈപ്പ് ഇരിപ്പണമെന്ന് കരുതുക അല്ലേ. ആ പൈപ്പിന് പ്രത്യേക ലെന്തുണ്ട്, അതിന് 2 റേഡിയസ് ഉണ്ട്, ഇന്നർ റേഡിയസ് ഉണ്ട്, ഔട്ടർ റേഡിയസ്. അപ്പം ഇത് നോക്കുമ്പോൾ പ്രശ്നം കഴിഞ്ഞാൽ തിക്നെസ് വളരെ കുറവായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ തിക്നെസ് ഉള്ളൊരു ട്യൂബ് നിങ്ങൾ സങ്കല്പിക്കുക, തിക്നെസ് ഉള്ളത്. അപ്പം R1 R2 അകത്ത് ചെറിയ ഹോൾ. അപ്പോൾ അതിന് 2 രീതി വരയ്ക്കാം, ലെന്ത് ബേസും വരയ്ക്കാം, ക്രോസ് സെക്ഷൻ ബേസും വരയ്ക്കാം. 2 പടം. അപ്പോൾ സിലിണ്ടറിൻ്റെ ലെന്ത് L ആണ്, ഇന്നർ റേഡിയസ് R1 ആണ്, ഔട്ടർ റേഡിയസ് R2. ഔട്ടർ റേഡിയസ് ആണ് ഇവിടെ നിന്ന് ദൂരം വരുന്നത്, ഔട്ടർ റേഡിയസ് R2. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള അകത്തെ ടെമ്പറേച്ചറും പുറത്തും. അകത്തെ ടെമ്പറേച്ചർ θ1 ആണ്, പുറത്തെ ടെമ്പറേച്ചർ അകത്തെ ഇന്നർ വാളിലെ ടെമ്പറേച്ചർ θ1 ആണ്, ഔട്ടർ വാളിലെ ടെമ്പറേച്ചർ θ2 ആണ്. അപ്പോൾ ആ ഇന്നർ വാളിൽ നിന്നാണ് ഔട്ടർ വാളിലേക്ക് ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എലോങ് ദി റേഡിയസ് ആയതുകൊണ്ടാണ് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത്. എലോങ് ദി റേഡിയസ് ആണ് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ വാളിലെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് θ1 ഈസ് ഗ്രേറ്റർ ദാൻ θ2. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഇന്നർ വാളിൽ നിന്ന് ഈ ഭാഗത്ത് മാത്രമേ അകത്ത് മുഴുവൻ ഉണ്ട്. അപ്പോൾ ഫുള്ള് വെളിയിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലോ ആണ് നമുക്ക് വേണ്ടത്. ആ 1 സെക്കൻഡിൽ എന്ത് മാത്രം എനർജി ഫ്ലോ ചെയ്യപ്പെടും അല്ലേ. അതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റിയും വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒന്നുകൂടെ വരയ്ക്കുന്നു. ആ ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2, ഇന്നറിലെ ടെമ്പറേച്ചർ θ1, ഔട്ടറിലെ ടെമ്പറേച്ചർ θ2. ഇനി നമ്മൾ വേറൊരു സിലിണ്ടർ, ഈ ഇന്നർ എൻ്റെ തിക്നെസ് ഇത്രയും ഭാഗത്ത് മെറ്റീരിയൽ ഉണ്ടല്ലോ, അവിടെ നമ്മൾ മറ്റൊരു സിലിണ്ടർ എടുക്കുന്നു. സെൻറ്ററിൽ നിന്ന് X അകലെ, ഈ സെൻറ്ററിൽ നിന്ന് R1 തൊട്ട് R2 ഇടയ്ക്ക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ X അകലെ നമ്മൾ മറ്റൊരു സിലിണ്ടർ എടുക്കും. ആ സിലിണ്ടറിൻ്റെ തിക്നെസ് എത്രയാണ് സങ്കല്പിക്കുന്നത്, dx ആണ് സങ്കല്പിക്കുന്നത്. ഫിഗറിനകത്ത് വരച്ച് കഴിഞ്ഞാൽ ലെന്ത് വൈസ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇന്നർ വാള്, ഇത് ഔട്ടർ വാൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാൾ, മറ്റൊരു സിലിണ്ടർ. എത്ര റേഡിയസ് ഉള്ളത്, X റേഡിയസ് ഉള്ളതും dx തിക്നെസ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ θ ആയിരിക്കും, അതിനേക്കാൾ കുറവായിരിക്കും. ഇവിടെ പുറത്തേക്ക് പോകുമ്പോൾ ഹീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ θയും ഇവിടുത്തെ ടെമ്പറേച്ചർ θ - dT. അതുപോലെ dx ദൂരം മാറി കഴിയുമ്പോൾ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഹീറ്റ് കണ്ടക്ട് പെർ സെക്കൻഡ്. അതിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 1 സെക്കൻഡിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി Q ഈസ് ഈക്വൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ സെപ്പറേഷൻ. അപ്പോൾ Q ഈസ് ഈക്വൽ ടു K ഇൻറ്റു, അപ്പോൾ ആ ഹീറ്റ് ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്ക് കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഏരിയ A നമ്മൾ സങ്കല്പിക്കുന്നു. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വേണ്ടത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടുത്തെ ടെമ്പറേച്ചർ θയും ഇവിടുത്തെ θ - dθയുമാണ്. അപ്പോൾ അപ്പർ ഈ ലോവർ കുറയ്ക്കുമ്പോൾ -dθ വരും. ഈ മൈനസിലുള്ള കാര്യം ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. -dθയും ഈ ഡിഫറൻസ് dx. അപ്പോൾ K ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് dθ. അപ്പോൾ ഇവിടുത്തെ കാര്യം മാത്രമാണ് ഈ കാണുന്നത്. നമുക്ക് ഏരിയ ആണ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു മൈനസ് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തു, K ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ വാളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ വാളിൻ്റെ അല്ല, ഈ വാളിന് ഇടയ്ക്ക് പരിഗണിച്ചതാണ് ഈ വാളിൻ്റെ ഏരിയ. അപ്പോൾ ഇത്രയല്ല ഏരിയ, അത് അകത്തേക്ക് ഫുള്ളുണ്ട് ഇല്ലേ. ആ ഇന്നർ വാൾ ഫുള്ളുണ്ട്, എല്ലാത്തിനും ആ ഏരിയ ഉണ്ട്, അത്രയും ഭാഗത്ത് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കംഫറൻസിൻ്റെ ലെന്തായിരിക്കും. കറണ്ട് സർഫസിൻ്റെ ഏരിയ എപ്പോഴും പഠിച്ചിട്ടുണ്ട്. കറണ്ട് സർഫസിൻ്റെ ഏരിയ എന്തായിരിക്കും, സർക്കംഫറൻസ് ഇൻറ്റു ലെന്ത്. ഇവിടെ X റേഡിയസ് ഉള്ളതായതുകൊണ്ട് സർക്കംഫറൻസ് 2πx വരും. X റേഡിയസ് ആയതുകൊണ്ട് സർക്കംഫറൻസ് 2πx വരും, ലെന്ത് L ആണ്. അതുകൊണ്ട് ഈ ഏരിയ 2πxl വരും. 2πxl ഇൻറ്റു dθ/dx മൈനസ് ഈ ഫ്രണ്ട് വരും. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് അറേഞ്ച് നോക്കിയാൽ dx മുകളിലേക്ക് കൊണ്ടുവരും. dx ഈക്വൽസ് അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ dx ന്യൂമറേറ്റർ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഇപ്പോൾ എക്സിന് താഴെ ഉണ്ട്. അപ്പം Q ഇൻറ്റു dx/x വരും. ബാക്കി റിമൈൻ ചെയ്യുന്നത് മൈനസ് ഉണ്ട് 2πkl.
അത് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇതൊരു dx തിക്നെസ്സിൻ്റെ കാര്യമാണ്. നമുക്ക് മെറ്റീരിയൽ ഉള്ളത് R1 തൊട്ട് R2 ഇടയ്ക്ക് വരെ മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ സിലിണ്ടർ ഉണ്ട്. അത്രയും ഭാഗത്താണ് ആ മെറ്റീരിയൽ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട R1 മുതൽ R2 വരെയുള്ള കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ R1 to R. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ ഇന്നറിലെ ടെമ്പറേച്ചർ θ1, ഔട്ടർ θ2, θ1 to θ2. അപ്പോൾ Q കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു. ബാക്കി R1 to R2 dx/x ഈസ് ഈക്വൽ ടു മൈനസ് 2π കോൺസ്റ്റന്റ്, K കോൺസ്റ്റന്റ്, L കോൺസ്റ്റന്റ്. ബാക്കി എന്തൊരു θ1 to θ2. അപ്പോൾ Q ഇൻറ്റു ഇനി 1/x ഇൻ്റഗ്രേഷൻ ആണ്. 1/x ഇൻ്റഗ്രേഷൻ log x. ആലോചിക്കണം, ലോഗ് എന്ത് ലോഗാണ്? നാച്ചുറൽ ലോഗ് ആണ്. കോമൺ ലോഗ് അല്ല, നാച്ചുറൽ ലോഗ്. നാച്ചുറൽ ലോഗ് x ലിമിറ്റ് R1 R2. ഇവിടെ 2πk dθ ഇൻ്റഗ്രേഷൻ θ. ചെറിയ ചെറിയ ആംഗിൾ, സോറി, ചെറിയ ചെറിയ ടെമ്പറേച്ചർ ആണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ആവും. ടോട്ടൽ ചേഞ്ച് θ1 to θ2. ഇവിടെ നമ്മൾ എഴുതുന്നു log x അപ്പർ ലിമിറ്റ്. അപ്പോൾ ആലോചിക്കട്ടെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അടുത്ത വേരിയബിളാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ വേരിയബിൾ log x അല്ല, x ആണ്. x ആണ് വരും. അപ്പോൾ x ആണ്. അപ്പം log x വരെ R2 മൈനസ് log x വരെ R. വേരിയബിളാണ് ലിമിറ്റ് കൊടുക്കുന്നത്. മൈനസ് 2πk θ2 മൈനസ് θ. ഇനി log a മൈനസ് log b ആണ്. log a മൈനസ് b ആണ് log a/b ആണ്. log a/b ഈസ് ഈക്വൽ ടു ഈ മൈനസ് നമ്മൾ അടുത്തൊരു മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ θ2 മൈനസ് θ1 തിരിച്ചോ, ഇത് മൈനസ് 1 പ്ലസ് 1, θ1 മൈനസ് θ. അപ്പോൾ നമ്മൾ Q എഴുതും 2πk θ1 മൈനസ് θ2. ഇനി ഇവിടെ തിരിച്ച് k എഴുതിയാൽ ഇങ്ങനെ എഴുതും. അപ്പോൾ വേണമെങ്കിൽ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ലോഗിൽ വരെയുള്ളത് കോമൺ ലോഗാണ്. നാച്ചുറൽ ലോഗിന് ബേസ് E ആയിരിക്കും, കോമൺ ലോഗിന് ബേസ് 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ കോൺടാക്ട് ക്ലാസ് വരുമ്പോൾ നേരിട്ടുള്ള ക്ലാസ്സിൽ നിന്ന് നമുക്ക് ലോഗൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? 2.303 ലോഗ് R2/R ഉണ്ട്. ഒരു പരീക്ഷ ചോദിക്കാമോ? ഒന്ന് ഒരു 2-3 പ്രാവശ്യം നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ ഫിഗർ ഒരു കോൺസെപ്റ്റ് കഴിയുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പൈപ്പിൻ്റെ കഷ്ണം എന്തെങ്കിലും എടുത്ത് വയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അത് അല്പം കൂടി മനസ്സിലാക്കാം. അപ്പോൾ നോക്കിയിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും.